ചൂട് ചായക്കൊപ്പം ആവിയിൽ വേവിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രമേ നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഇതിൻ്റെ ഔട്ടർ കവറിംഗ് ആണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് അളവ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചില്ലി ഫ്ലേക്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. വെള്ളം ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് അളവ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ വറക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഫൈനായിട്ടുള്ള റവ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിമിൽ ഏറ്റവും ലോയിലാക്കിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. റവ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കുക്കായി വന്നോളും. ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വെള്ളപ്പറ്റൊക്കെ നന്നായിട്ട് വലിഞ്ഞ് ഒരു കൂട്ടിൻ്റെ പരുവത്തിലാകുന്നത് വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു പാകത്തിനാകുമ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് ആറി വരട്ടെ. ആ ഒരു സമയത്ത് നമുക്കിതിനായിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയ വലിപ്പത്തിലുള്ളതായതുകൊണ്ടാണ് 4 എടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 1 2 മതിയാകും. അതൊന്ന് നല്ലപോലെ ഉടച്ചു കൊടുക്കണം. ഇതുപോലത്തെ മാഷറോ അല്ലാന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടോ നമുക്കിത് നല്ലപോലെ തന്നെ ഉടച്ചെടുക്കണം. ഒട്ടും കട്ടകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്കൊരു വറവ് തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ ഒരല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുകും 1/2 ടീസ്പൂൺ അളവിൽ ജീരകവും ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തെടുക്കാം. സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു മസാല കൂടെ വരുമ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. എല്ലാം തന്നെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു എണ്ണ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഒരു നുള്ള് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു കാശ്മീരി ചില്ലി പൗഡറും ഗരം മസാലയും ഒഴിവാക്കാവുന്നതാണ്. ഇതാണ് നമ്മളുടെ മസാല. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾക്കിതിനായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മളുടെ റവയുടെ കൂട്ട് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അതൊരല്പം ഡ്രൈ ആയി വന്ന പോലെ തോന്നും. നന്നായിട്ട് തന്നെ ഒന്ന് നീഡ് ചെയ്തെടുക്കണം. കയ്യിൽ ഒരുപാട് പറ്റിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് കൈയെടുക്കാതെ നന്നായിട്ട് തന്നെ നീഡ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ റവയുടെ കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ നമ്മൾക്ക് ഇഷ്ടാനുസരണം ഷേപ്പ് ചെയ്തെടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 മിനിറ്റ് നേരം നല്ല പോലെ തന്നെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കൂട്ട് തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഞാനിവിടെ ഇത് 6 മീഡിയം സൈസുള്ള ഉരുളകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. കയ്യിലൊരല്പം എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സൈഡ് ഭാഗം പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നടുഭാഗം കുറച്ച് കട്ടിയായിട്ടും സൈഡിലോട്ടേക്ക് കുറച്ച് തിന്നായിട്ടും വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ കുഴക്കട്ടക്കൊക്കെ ചെയ്യാറില്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെ മിഡിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് മാത്രം വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിൻ്റെ എല്ലാ ഭാഗവും പിടിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് സീൽ ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കാര്യമായിട്ട് ഷേപ്പൊന്നും ചെയ്യുന്നില്ല. നമ്മൾ കയ്യിൽ വെച്ചിങ്ങനെ അമർത്തുമ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പ് നന്നായിട്ട് വരും. അതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവി കയറ്റി എടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഏത് പാത്രത്തിലാണോ ആവി കയറ്റാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രത്തിൽ നല്ലപോലെ എണ്ണ തടവിയെടുക്കണം.
എണ്ണ തടവി എടുത്തതിന് ശേഷം അതിലേക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കാം. സ്റ്റീമർ നേരത്തെ തന്നെ ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ട് ചൂടാവാൻ വേണ്ടി വെച്ചിരുന്നു. വെള്ളം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മുതൽ 12 മിനിറ്റ് നേരത്തേക്കാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു സമയമാകുമ്പോഴേക്കും റവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നോളും. അപ്പോൾ ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും റവ നല്ലപോലെ വികസിച്ച് വന്നിട്ടുണ്ട്. ഇത് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രമാണ് ഇത് പാത്രത്തിൽ നിന്ന് ഇളക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും പറ്റിപ്പിടിക്കാതെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂടാൻ വേണ്ടിയിട്ട് അതിനൊരു ചെറുതായിട്ട് വറവും കൂടെ കഴിക്കുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് ആ ഒരു വറവും കൂടെ കഴിച്ചെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വറവ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകം ചേർത്തിട്ടുണ്ട്. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. കടുകും കൂടെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നല്ലൊരു കളറിനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു റവയുടെ കൂട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം തന്നെ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ആ ഒരു റവയുടെ കൂട്ടുണ്ടാകുക. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഈ ഒരു അവസാനത്ത് ഇടുമ്പോൾ ഒന്നും കൂടെ രുചി കൂടും. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ എടുത്തിട്ട് അതും കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 ടീസ്പൂണുള്ളൊക്കെ കാണുള്ളൂ. അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദാ ഇതുപോലെ ഞാനിപ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വറവും കൂടെ കഴിക്കുമ്പോഴാണ് ഈ ഒരു പലഹാരത്തിൻ്റെ രുചി ഒന്നും കൂടെ കൂടുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആ ഒരു സ്റ്റീം ചെയ്തതിന് ശേഷം ആ ഒരു ചൂടൊക്കെ ആറി വന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ ഈ ഒരു വറവും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടും. അങ്ങനെ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് ആയാലും മസാലയൊന്നും വഴറ്റാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. കുറച്ച് ഉരുളക്കിഴങ്ങ് ആദ്യമേ പുഴുങ്ങിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.